ഹലോ, നമ്മൾ ബേബി ഔട്ട്ഫിറ്റ് 30 ഡേയ്സ് ചലഞ്ചിലത്തെ 9ാമത്തെ ഡ്രസ്സാണ് കേട്ടോ കാണിക്കുന്നത്. ഇതേപോലത്തെ ഒരു ജംസ് സ്യൂട്ടാണ് കാണിക്കുന്നത്. ഫ്രണ്ടിൽ നമ്മൾ ഇതുപോലെ കെട്ടാനുള്ളൊരു വള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നെക്കും ആമോളൊക്കെ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബാക്കിൽ ഇതുപോലെ ഇൻവിസിബിൾ സിബും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ കട്ടിങ് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് 3 വയസ്സായൊരു കുട്ടിക്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മീറ്റർ ക്ലോത്തൊക്കെ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കട്ടിങ് എങ്ങനെ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ഇതിൻ്റെ ബോട്ടം ഭാഗത്തേക്കുള്ള ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്ട്രൈറ്റ് ആയിട്ട് ജോയിൻ്റ് ഇല്ലാത്ത പീസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആ സൈഡിൽ നിന്ന് ഫസ്റ്റ് മാറ്റി കൊടുക്കും. കാരണം അത് ഒരു കട്ട് പീസായ കാരണം ഒരു കോണായിട്ട് വരുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ ഒരു പീസ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്ലോത്ത് കുറവായതുകൊണ്ട് ഞാനിതുപോലത്തെ ഫസ്റ്റ് ഞാനൊരു പേപ്പറിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ പാറ്റേൺ കട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു കറക്റ്റ് അളവിൽ പാറ്റേൺ കട്ട് ചെയ്തിട്ട് നമ്മൾ അതുപോലെ ക്ലോത്തിൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്ലോത്ത് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഏതൊരു ഭാഗത്തു നിന്ന് കറക്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ പേപ്പറിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ യോക്ക് പോർഷൻ എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ 2ആക്കി ഫോൾഡ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളിതിൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ട് ഭാഗം സെപ്പറേറ്റ് ഇട്ടിട്ട് കേട്ടോ കട്ട് ചെയ്യുന്നത്. കാരണം ബാക്കിൽ നമുക്ക് സിബ് കൊടുക്കാണ്ട്. അപ്പോൾ ബാക്കിലേക്ക് വേറെ പീസാണ് കട്ട് ചെയ്യുന്നത്, ഫ്രണ്ടിലേക്ക് വേറെയാണ് കേട്ടോ. അപ്പോൾ 4 പീസും ഒരുമിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യുക. ഒരു 3/4 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തതിന് ശേഷം അങ്ങനെ കട്ട് ചെയ്യട്ടോ. ഞാനിപ്പോൾ സെപ്പറേറ്റ് ചെയ്തിട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 4.5 ഷോൾഡർ മാർക്ക് ചെയ്യുക. അതിന് ശേഷം ആം ഹോളും ഇതേപോലെ 4.5 മാർക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മുടെ ചെസ്റ്റ് 5.5 കുറച്ച് ലൂസിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കട്ടോ. ഞാനിപ്പോൾ 5.5 പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കട്ടോ. ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് വരയ്ക്കാം. നമുക്ക് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും കൂടിയിട്ട് ഒരുമിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. പക്ഷെ അപ്പോൾ നമ്മളൊരു 3/4 ഇഞ്ച് എക്സ്ട്രാ വെച്ചിട്ട് കയറ്റി കട്ട് ചെയ്യുക. അപ്പോൾ ഞാനിതിപ്പോൾ പേപ്പറിലായ കാരണം കൊണ്ട് ഞാനിപ്പോൾ ഈ രീതിക്ക് കട്ട് ചെയ്യണത് കേട്ടോ. അതിന് ശേഷം നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് ഞാൻ കൊടുക്കുന്നത് 2 കേട്ടോ. കാരണം ബാക്കിൽ സിബ് കൊടുക്കണ കാരണം അധികം നെക്കിൻ്റെ ആവശ്യമില്ല ഇതിന്. ബാക്കിൽ ഇൻവിസിബിൾ സിബാട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നെക്കിൻ്റെ ലെങ്ത്ത് ഫ്രണ്ടിലേക്ക് കൊടുക്കുന്നത് 2 ബാക്കിലേക്ക് കൊടുക്കുന്നത് 1.5 കേട്ടോ. അതിന് ശേഷം നമ്മൾ യോക്ക് ലെങ്ത്ത് കൊടുക്കുന്നത് നോർമലായിട്ടുള്ള യോക്കിനൊക്കെ കുറച്ച് ഇറങ്ങിയിട്ടോ ഈ യോക്ക് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ ഒരു 10.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു 9.5 10 ഉണ്ടാവും കേട്ടോ. 10.5 ഇഞ്ച് യോക്ക് ലെങ്ത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കിതിൻ്റെ ആം റൗണ്ടും നെക്ക് റൗണ്ടും കാര്യങ്ങളൊക്കെ വരച്ചെടുക്കാം. സൈഡ് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ കർവ് ചെയ്തിട്ട് ഇവിടെ വരച്ച് കൊടുക്കും. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത ഭാഗത്ത് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നെക്ക് ഞാൻ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അതിന് ശേഷം നമ്മൾ ബാക്ക് സൈഡിൽ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ചൊക്കെ കേട്ടോ. ഇതുപോലെ എക്സ്ട്രാ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ താഴെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിവിടെ ഒരു ലൈൻ കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതാണ് ഒരു ഡിഫറൻസ് ഉള്ളത്. നമുക്കത് ഒരുമിച്ചിട്ട് കട്ട് ചെയ്യുക. പക്ഷെ ഞാനിപ്പോൾ പേപ്പറിലായ കാരണം കൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് നമ്മളിതിൻ്റെ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ആം ഹോളും ഇതുപോലെ ഷേപ്പും അതുപോലെ തന്നെ ബാക്ക് നെക്ക് കട്ട് ചെയ്യുക. ഫ്രണ്ട് നെക്ക് നമ്മൾ ഫ്രണ്ട് പീസിൽ മാത്രം കട്ട് ചെയ്യുക കേട്ടോ. കട്ട് ചെയ്തതിൻ്റെ ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ, അതുപോലെ തന്നെ ഇത് ബാക്ക് സൈഡ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ സിബ് വെക്കാനുള്ള ഒരു ഭാഗം ഓപ്പൺ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ വരും. ഇപ്പോൾ 2 പീസ് ഇതുപോലെ നമുക്ക് ബാക്ക് സൈഡിലേക്കും കിട്ടി. അതുപോലെ തന്നെ ഇത് ഫ്രണ്ടിൽ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ക്ലോത്തിൽ നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര കുറഞ്ഞ ക്ലോത്തിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിക്ക് ഫസ്റ്റ് തന്നെ പാറ്റേൺ ഇപ്പോൾ കണ്ടില്ലേ. ഇപ്പോൾ ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഈ ഒരു പീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് അപ്പോൾ ഇത് തന്നെ എല്ലാ പീസുകളും നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടി. ഇതേപോലെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ കറക്റ്റ് അളവിൽ നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കാം കേട്ടോ.
ബാക്ക് സൈഡിൽ പിന്നെ നമ്മൾ ഓപ്പൺ ചെയ്തതിന് ശേഷം പാറ്റേൺ വെച്ചിട്ട് കട്ട് ചെയ്യുന്ന വെച്ചാൽ നന്നായി ശ്രദ്ധിച്ച് ഇതുപോലെ തന്നെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ. അതല്ല നമ്മൾ ഈ ഒരു ഭാഗം ഫസ്റ്റ് കട്ട് ചെയ്ത് വെച്ച് ഇത് വേറെ രീതിയിലും കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല കേട്ടോ. കാരണം നമ്മൾ ഇതുപോലൊക്കെ തിരിച്ച് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുമ്പോൾ ശരിയാവില്ല. കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ പാറ്റേൺ ഒരേപോലെ സിബിൻ്റെ ഭാഗം ആം ഹോളും വരുന്ന രീതിയിൽ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ കട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് വരില്ല കേട്ടോ. അപ്പോൾ നമുക്കത് ഇതാവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം കേട്ടോ അങ്ങനെ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നോർമലായിട്ട് കട്ട് ചെയ്തതിന് ശേഷം സിബിൻ്റെ ഭാഗം ഓപ്പൺ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത പാറ്റേൺ ഇതുപോലെ സൂക്ഷിച്ച് വെക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഫ്രോക്കിൻ്റെ ഒക്കെ യോക്ക് പോർഷനും ഒക്കെ കട്ട് ചെയ്യാൻ എളുപ്പമായിട്ട് ഒരു തവണ ഇതുപോലെ പാറ്റേൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരുവിധം ഡ്രസ്സുകൾക്കൊക്കെ ഇതിപ്പോൾ മോഡൽ ആയിട്ട് വരിക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കട്ടിങ് ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബോട്ടം ഭാഗമാണ് കേട്ടോ കട്ട് ചെയ്യാനുള്ളത്. ഇനി ഇതിൻ്റെ ബോട്ടം ഭാഗം കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 4 ആക്കിയിട്ട് തുണി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ യോക്ക് പോർഷൻ ഇതേപോലെ വെച്ച് കൊടുക്കുക. കറക്റ്റ് ഇട്ടിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ കുറച്ചൊരു ലൂസുള്ള ടൈപ്പിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. കാരണം ഉള്ളിൽ ഒരു ഒന്നെങ്കിൽ എലാസ്റ്റിക് അല്ലെങ്കിൽ കെട്ടാനൊരു വള്ളി അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ട് കുറച്ച് ലൂസുള്ള നല്ല കറക്റ്റ് ഷേപ്പിലല്ല കേട്ടോ, കുറച്ച് ലൂസിലാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്കേർട്ട് പോർഷൻ്റെ ലെങ്ത്ത് എനിക്ക് വേണ്ടത് ഒരു 20 ഇഞ്ച് 19 to 20 ഇഞ്ച് വേണ്ടത്. അപ്പോൾ അത് കറക്റ്റ് തന്നെ ഉണ്ട്. 21.5 ഇഞ്ചിൻ്റെ അപ്പോൾ നമുക്കൊരു 20 ഇഞ്ചാണ് വേണ്ടത്. ബാക്കിയുള്ളത് നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ് കേട്ടോ. താഴെ ഭാഗത്ത് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് അടിക്കാനുള്ളതാണ് ആ ഒരു ഭാഗം. അതിന് ശേഷം നമ്മൾ ഈ കറക്റ്റ് വേസ്റ്റിൻ്റെ ഒരു ഭാഗം ഇവിടെ ഇതുപോലെ വരച്ച് കൊടുക്കട്ടെ. അതിന് ശേഷം നമ്മൾ ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ ക്രോച്ച് ലെങ്ത്ത് എനിക്ക് വേണ്ടത് ഒരു 8 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഒരു 8 ഇഞ്ച് ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതേപോലെ എന്നിട്ട് സ്ട്രേറ്റ് ലൈൻ കൊടുക്കുക. എന്നിട്ട് ക്രോച്ചിൻ്റെ ഇവിടുത്തെ ഒരു വിഡ്ത്ത് 1.5 to 2 ഇഞ്ച് വരെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. 1.5 to 2 ഇഞ്ച് വരെ കൊടുക്കുക കേട്ടോ. 1 ഇഞ്ചൊക്കെ കൊടുത്താൽ നല്ലോണം ടൈറ്റായ പോലെ ഉണ്ടാവും. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ ഇങ്ങനെ കർവ് ചെയ്ത് വരച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക്കൊക്കെ വെച്ചിട്ട് പാൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 2 ഇഞ്ചൊക്കെ എക്സ്ട്രാ എടുക്കില്ല. അപ്പോൾ അതിൻ്റെ ആവശ്യം ഇതിനില്ല കേട്ടോ. ഇതിലിപ്പോൾ ഒരു 1/2 ഇഞ്ചാണ് എക്സ്ട്രാ എടുത്തേക്കുന്നത്. പിന്നെ ഓൾറെഡി നമ്മൾ യോക്കും കുറച്ച് ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു തന്നെ അളവ് തന്നെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഞാനിവിടെ താഴെ ഞാൻ ലെങ്ത്ത് കൊടുക്കണം, ഒരു വിഡ്ത്ത് കൊടുക്കുന്നത് ഒരു 7 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 7 ഇട്ട് ഇങ്ങനെ നമ്മുടെ എത്രത്തോളം ലൂസ് വേണമെങ്കിൽ അതിന് അനുസരിച്ച് കൊടുക്കുക കേട്ടോ. 1 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം അതൊന്ന് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കുക. ഇതേപോലെ ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഈ വരച്ച ആ നമ്മളിപ്പോൾ വരച്ചിട്ടില്ലേ, ഇപ്പോൾ ഇതിൽ കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടുത്തെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷേ കട്ട് ചെയ്തെടുക്കുമ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. താഴെ അത് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതും കൂടി കട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു എക്സ്ട്രാ പീസ് വെച്ചിട്ട് മടക്കി സ്റ്റിച്ചിൻ്റെ ഒരു മീൻ അത് ആ ലൈൻ കൂടെ പെട്ടെന്നൊരു മൈൻഡിൽ എന്തോ ഒരു മൈൻഡിൽ അങ്ങനെ കട്ട് ചെയ്ത് പോയിട്ടു. ഇനി ഇത് ഇവിടെ ഒരു ഫോൾഡ് ചെയ്ത ഭാഗമാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങനെ കേട്ടോ. അപ്പോൾ നമ്മളെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ നെക്കും യോക്ക് പോർഷനൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് കാണാത്ത രീതിയിലാട്ടോ. അപ്പോൾ ഷോൾഡർ ജോയിൻറ്റ് ഇപ്പോൾ ഇതിന് ലൈനിങ് ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ എങ്ങനെ ചെയ്യാൻ നോക്കട്ടെ. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് നല്ല വശം ഇതുപോലെ പുറത്തേക്ക് വരുന്ന രീതിയിൽ പൊട്ടവശം ഉള്ളിലേക്കാക്കി നല്ല വശത്ത് കൂടെ സ്റ്റിച്ച് കൊടുക്കട്ടെ. ഇതേപോലെ ഫസ്റ്റ് നമ്മൾ മെറ്റീരിയലിൻ്റെ നല്ല വശത്ത് കൂടെ ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അതേപോലെ കൊടുക്കുക. അതിന് ശേഷം ഇതിനെ ഇതുപോലെ നമ്മൾ മറിക്കുക കേട്ടോ. മറിച്ചതിന് ശേഷം ഇതിനെങ്ങനെ ആക്കിയിട്ട് ഇതുപോലെ വീണ്ടും ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഷോൾഡറിൻ്റെ ഭാഗം നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും, ഹൈഡ് ചെയ്ത രീതിയിൽ കിട്ടും. ലൈനിങ് വെക്കുന്നതിന് പിന്നെ ഓൾറെഡി മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഷോൾഡർ ഹൈഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലൈനിങ് വെക്കാത്തതിനൊക്കെ നമുക്ക് ഈ രീതിക്ക് ഷോൾഡർ ഹൈഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഉണ്ടല്ലേ. അപ്പോൾ നമുക്കിവിടെ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് പോയിട്ടുണ്ട്, ഇവിടെ കുത്തൊന്നുമില്ല. നമുക്ക് ആം ഹോളിൻ്റെ ഒരു ഭാഗത്ത് ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ട് അടിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പൊട്ട വശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്ക് മറിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു പൈപ്പിങ് പോലെ ഉണ്ടാവും. അതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ക്രോസ് പീസ് ഫുള്ളായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം ഫുള്ളായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ കട്ടുകൾ കൊടുക്കുക കേട്ടോ. കംപ്ലീറ്റ് റൗണ്ടിൽ ഫുള്ളായിട്ട് ഇതുപോലെ കട്ടുകൾ കൊടുക്കുക. എന്നിട്ട് നമ്മളിതുപോലെ നല്ല വശത്തേക്ക് മറിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്യണത്.
ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഫിനിഷ് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ നെക്കിൻ്റെ ഫുള്ളായിട്ടുള്ള ഭാഗങ്ങളും ഇതേപോലെ തന്നെ ഫുള്ളായിട്ട് കട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ മറിച്ചടിക്കുക കേട്ടോ. ഫുള്ളായിട്ട് നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു കട്ടുകൾ കൊടുക്കുക. അതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നെക്കും ആം ഹോളിൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ് ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇൻവിസിബിൾ സിബ്ബാണ് കേട്ടോ അറ്റാച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതുപോലെ ക്ലോത്തിൻ്റെ ഇതുപോലെ പൊട്ടവശം ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇത് ഒപ്പം വെച്ചതിൻ്റെ ശേഷം നമ്മൾ മുകളിൽ നിന്നൊരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്നുകിൽ 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഒരു 1/2 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനെ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതിൽ ലൈനിങ് ഒന്നും ഇല്ല, അതുകൊണ്ട് തന്നെ നമ്മൾ നോർമലായ രീതിയിലുള്ള ജിബ് ഹൈഡ് ചെയ്ത രീതിയിലൊന്നുമല്ല കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇൻവിസിബിൾ ജിബ് പുറത്തേക്ക് കാണില്ല, പക്ഷേ ഉൾഭാഗം നമ്മൾ ഹൈഡ് ചെയ്ത രീതിയിലല്ല കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ശേഷം ഇത് ഒരേപോലെ ഒപ്പം വെച്ചതിന് ശേഷം നമ്മൾ താഴെ നിന്നൊരു 1.5 ഇഞ്ച് മുകൾക്കാക്കിയിട്ട് ഇതുപോലെ ക്ലോത്ത് ഒപ്പം വെച്ച് കൊടുക്കുക. അതുപോലെ ഇവിടെ മുകൾ ഭാഗം ഒരേപോലെ ഇല്ലെന്ന് എപ്പോഴും ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ജിബ് വെക്കുമ്പോൾ കയറ്റിയെടുക്കാം. അപ്പോൾ താഴെ നിന്ന് ഒരു 1.5 അല്ലെങ്കിൽ 2 ഇഞ്ചൊക്കെ താഴെ നിന്ന് ഇതുപോലെ മുകൾക്ക് വന്നിട്ട് നമ്മൾ ഇതുപോലെ ഫസ്റ്റ് ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ സ്റ്റിച്ച് കൊടുക്കുക. ഇതേപോലെ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതേപോലെ വെക്കുക. നമ്മൾ സിബിന് ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക. സിമ്പിളാണ് കേട്ടോ ഇങ്ങനെ സിബ് വെക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ സിബിൻ്റെ നല്ല ഭാഗം ഇതുപോലെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ കുറച്ചൊന്ന് കയറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ പിൻ ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇപ്പോൾ പിൻ ചെയ്യണമെന്നില്ല കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് നമ്മൾ ആദ്യം ജസ്റ്റ് സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫോട്ട് മാറ്റിയിട്ടില്ലെങ്കിൽ ആദ്യം ഒരൊറ്റ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ആദ്യം ഇതുപോലെ ജസ്റ്റ് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ നമ്മളിവിടെ സിബിൻ്റെ ഇവിടെ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക കേട്ടോ. ഒപ്പല്ലേ എന്നുള്ളത് ഉറപ്പ് വരുന്നെങ്കിൽ ഒരു ഇതുപോലെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം സിബ് ഏറ്റക്കുറച്ചിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്ക് മൊത്തത്തിൽ പണി കിട്ടും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കണമെങ്കിൽ നോക്കി നോക്കാം കേട്ടോ അത് കറക്റ്റ് അല്ലേ എന്നുള്ളത്. അതിന് ശേഷം ഈ ഫോട്ട് മാറ്റി ഈ ഒരു ഫോട്ട് ഉപയോഗിച്ചിട്ടാണ് 1 സൈഡ് ഫോട്ട് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഫോട്ട് മാറ്റി കൊടുത്തിട്ട് മാക്സിമം നമ്മൾ ഈ അരികു വശത്ത് കൂടെ തന്നെ മാക്സിമം സ്റ്റിച്ച് ചെയ്തിട്ട് വരണം കേട്ടോ. അപ്പോൾ ഇതേപോലെ അരികു വശത്ത് കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് വരണം കേട്ടോ. ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ഇതേപോലെ നമ്മൾ അരിവശത്ത് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം ഈ തുമ്പ് വശം നമുക്ക് ഇങ്ങോട്ടേക്ക് വെച്ചിട്ട് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയാം. ലൈനിങ് വെച്ചിട്ടാണെങ്കിൽ ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് പോകട്ടെ. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ക്രോസ് പീസ് വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യണില്ല. അതിന് ശേഷം ഇതേപോലെ ഉള്ളിലേക്കൊന്ന് ജസ്റ്റ് ഇതുപോലെ ജിബിനൊന്ന് മടക്കി വെച്ച് കൊടുത്തിട്ട് ഇവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഒന്ന് അവിടെ ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതവിടെ എഴുതാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ സിബിനെ ഒന്ന് താഴേക്ക് ഇതുപോലെ വലിക്കുക കേട്ടോ. ഇതേപോലെ പിടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് വലിച്ചു വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ
നമ്മളിവിടെ സിബ് എടുത്തിട്ട് ഇനി ഇത് താഴേക്ക് നമ്മൾ ഓപ്പൺ ചെയ്താലും ഇത് പോകുന്നില്ല കേട്ടോ. കണ്ടില്ലേ, ഇവിടെ ലോക്കായി. ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ലോക്ക് ചെയ്ത് കാണുമ്പോൾ ഇവിടെ ലോക്ക് ആയി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ബാലൻസ് ഉള്ള പീസുകളായ കാരണം ഇവിടെ ഓൾറെഡി നമ്മൾ ഫസ്റ്റ് തന്നെ ലോക്ക് ചെയ്ത് തന്നെ ലോക്കായി കേട്ടോ. അപ്പോൾ ഇതേപോലെ സിബ് വെക്കൽ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ യോക്ക് പോർഷൻ്റെ കഴിഞ്ഞ് സ്ലീവ് ഒന്നും വെക്കണില്ല. നമുക്കിതിൻ്റെ സൈഡൊന്ന് ഫസ്റ്റ് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ യോക്കിലത്തെ പരിപാടി കഴിഞ്ഞിട്ടോ. പിന്നെ രണ്ട് സൈഡൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. അപ്പോൾ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്താ ചെയ്യുക, ഇതുപോലെ വെച്ചിട്ട് നല്ല വശം ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ അരികു വശത്ത് കൂടെ നല്ലോണം അരികു വശത്ത് കൂടെ സ്റ്റിച്ച് കൊടുക്കുക. ഇതേപോലെ വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ അരികു വശത്ത് കൂടെ വെച്ചിട്ട് സ്റ്റിച്ചിൻ്റെ കൊള്ളാത്ത രീതിയിൽ നല്ല അരികു വശത്ത് കൂടെ വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതല്ലേ, ഈ ഫോട്ട് മാറ്റിയിട്ട് ഈ സൈഡും കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലൈനിങ് ഇല്ലാത്ത ഭാഗത്ത് നമ്മൾ ഹൈഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെയായിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിൻ്റെ ശേഷം ഇനി നമ്മൾ നോർമലായിട്ടുള്ള രീതിക്ക് ഇതാക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ അളവ് എത്രയാണ് വേണ്ടിച്ചെങ്കിൽ അതനുസരിച്ചിട്ട് മാർക്ക് ചെയ്യുക, അളവുകളൊക്കെ മാർക്ക് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഷേപ്പ്. ഇപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നല്ല അരികുവശത്ത് കൂടെ അടിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് അരികുവശത്ത് കൂടെ അടിച്ചിട്ട് വീണ്ടും ബാലൻസ് പീസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ നോർമലായിട്ട് എത്ര നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടേക്കെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇതാക്കട്ടോ. പിന്നെ ഈ സിബ് അടിച്ചത് നമുക്ക് വേറൊരു എക്സ്ട്രാ ഒരു 2 ഇഞ്ചിൻ്റെ പീസ് ഇതിന് മുകളിൽ വെച്ചിട്ട് നമുക്ക് ഹൈഡ് ചെയ്തിട്ട് സിബിന് വേണമെങ്കിൽ അങ്ങനെ അടിക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പോൾ യോക്ക് പോർഷൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ല, ഇവിടെ തയ്യൽ തുമ്പും കാര്യങ്ങളൊന്നും കാണാനില്ല. അതുപോലെ ഷോൾഡറിൻ്റെ ഭാഗത്തും നമ്മൾ ഹൈഡ് ചെയ്തിട്ട് സൈഡ് ഭാഗം ഹൈഡ് ചെയ്തിട്ടുണ്ട് ചെയ്തേക്കണം. ഇനി അതിൻ്റെ ഒരു പീസ് നമുക്ക് ആദ്യം ഇതിൻ്റെ ക്രോച്ചിൻ്റെ ഭാഗം നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ നോർമലായിട്ട് പാൻറ്റ് ചെയ്യില്ല, അതേ മെത്തേഡ് തന്നെയാണ് ഇതിൻ്റെ. ഫസ്റ്റ് നമ്മൾ ക്രോച്ചും തമ്മിൽ വെച്ചിട്ട് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ ക്രോച്ചിൻ്റെ ഭാഗം അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. 2 സൈഡും സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ എൻഡ് വശം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ ഈ പീസൊന്നും വെക്കണില്ല, എനിക്കാണ് വീതി കുറച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യണത്. ഇതുപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഈ 2 പാൻറ്റിൻ്റെയും ഇതുപോലെ എൻ്റെ വശം അടിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിതിൻ്റെ സൈഡ് കൂട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയിട്ട് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ ഇതിൻ്റെ എൻ്റെ വശം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ നമ്മളുടെ പാൻറ്റിൻ്റെ. അതിന് ശേഷം നമ്മളിതിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യുക, അതായത് ബോഡി പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യട്ടെ. അതിന് ശേഷം ഇതേപോലെ നല്ല വശം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച്. അപ്പോൾ വെക്കുമ്പോൾ എപ്പോഴും സെൻറ്റർ കറക്റ്റ് ആക്കാൻ നോക്കണം കേട്ടോ. അപ്പോൾ അതായത് നമ്മളിവിടെ മാർക്ക് ചെയ്ത ഭാഗം ഈ ക്രോച്ചിൻ്റെ ഈ ഒരു വശത്തേക്കും വരണം. നമ്മൾ ഈ മാർക്ക് ചെയ്ത പോയിന്റ് ഈ ക്രോച്ചിൻ്റെ ഭാഗത്തേക്കും വരണം. ഈ സിബിൻ്റെ സെൻറ്റർ ഭാഗം അങ്ങനെ വരണം കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് അത് സ്റ്റിച്ച് ചെയ്തിട്ട്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ സെൻറ്റർ ഭാഗത്ത് നിന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതല്ലാന്ന് ഉണ്ടെങ്കിൽ പിന്നെ നമുക്കത് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. ക്രോച്ചിൻ്റെ ഭാഗം കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് സെൻറ്റർ ഭാഗം തന്നെ ഇതുപോലെ വെച്ചിട്ട് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇവിടെ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇതുപോലെ മറിച്ചെടുക്കാം.
ഇപ്പോൾ കുറച്ചൊരു ലൂസുള്ള ടൈപ്പിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ ഒരു വള്ളി ഇടാനുള്ള ഒരു ഇത് വെക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളിൽ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇലാസ്റ്റിക് വെക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ, ഇതിപ്പോൾ 2 ഇഞ്ച് വീതിയുള്ള ഒരു നീളഞ്ഞിട്ടുള്ള ഒരു പീസാണ്. അത് ഇതുപോലെ എടുത്തിട്ട് ഒരു 2 ഫോൾഡ് ആദ്യം നമ്മൾ ഈ അരികുവശത്ത് 2 ഫോൾഡ് ചെയ്യുക കേട്ടോ. അതിൻ്റെ ശേഷം നമ്മൾ ഈ ക്രോച്ച് ജോയിൻ ചെയ്തില്ലേ, ആ ഒരു ഭാഗത്ത് സെൻറ്റർ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ വെച്ചിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് ഒരു മടക്ക് ഇട്ട് ഇതുപോലെ മടക്കിയിട്ട് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതേപോലെ. അപ്പോൾ ഇതിന് ലെങ്ത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ യോക്ക് റൗണ്ടിൻ്റെ ലെങ്ത്താണ്, ഞാൻ ലെങ്ത്ത് നോക്കിയിട്ടില്ല. അതുപോലെ 2 ഇഞ്ചിൻ്റെ ഒരു പീസ് എടുത്ത് ഇതുപോലെ ഫുള്ളായിട്ട് നമ്മളിതുപോലെ റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ കറക്റ്റ് എത്തി കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് പീസ് കട്ട് ചെയ്ത് കണ്ടിട്ട് ബാക്കിയുള്ളത് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു കെട്ടാനുള്ളൊരു വള്ളി വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഫിറ്റിങ്സിൽ എടുക്കും കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഫുള്ളായിട്ട് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഒരു പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ എൻഡ് ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് ബാലൻസ് ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഉള്ളിലേക്കാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. കെട്ടാനുള്ളൊരു വള്ളി സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വള്ളി ഇട്ടിട്ട് എടുക്കട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ വള്ളിയൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ കെട്ടിക്കൊടുക്കുക. അതല്ലാന്നുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇലാസ്റ്റിക് വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ കെട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഷേപ്പിൻ്റെ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഇതുപോലെ വലിച്ചിട്ട് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ.